ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. തനി നാടൻ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് നല്ലോണം ഈ ഒരു ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള കുഞ്ഞുള്ളി, അതേപോലെ നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത്. ആദ്യം നന്നായിട്ട് നമ്മുടെ ഉള്ളി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി, അതേപോലെ തന്നെ നമ്മളുടെ വെളുത്തുള്ളി ഇത് രണ്ടും നമ്മൾ പേസ്റ്റ് ആക്കി വെക്കുക. നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ഇതിൽ ആഡ് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, തക്കാളിയും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ വൃത്തിയാക്കിയ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മളുടെ പച്ചമുളക്, അതേപോലെ തന്നെ ഈ മല്ലിയില എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴേ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മല്ലിയിലയും കൂടി നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു മിക്സിംഗ് അല്ല കേട്ടോ. നമ്മൾ നല്ല പോലെ എല്ലാ ഒരു കഷ്ണങ്ങളിലും പിടിക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവേഴ്സ് നമ്മുടെ ആ ചിക്കൻ കഷ്ണങ്ങളിൽ നല്ല പോലെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ മാരിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആവശ്യമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ ഉള്ളി, ആ ഉള്ളിയിലാണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് കേട്ടോ. സവാള നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ നമ്മൾ അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ബേ ലീഫ് ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള നമ്മളുടെ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക. എന്നിട്ട് നല്ല പോലെ അതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഈ ഒരു ഉള്ളി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്ക് കൊടുക്കുക. അത് നമ്മൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അല്ലാതെ സവാള എന്നുള്ളതിന് ഒരു മധുരം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു രീതിയിൽ നാടൻ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ കുറച്ചൊരു പെരിഞ്ചീരകം ഉണ്ടല്ലോ, ആ പെരിഞ്ചീരകം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ പൊടിക്കുക എന്നുള്ളത് വെറുതെ അല്ല, നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾക്ക് മസാലകൾ എടുക്കാം. അതിനായിട്ട് കാശ്മീരി ചില്ലി ആവശ്യത്തിനുള്ളത്, കളറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി. ഓക്കെ, ഈ മല്ലിപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ച് നമ്മളുടെ പെരിഞ്ചീരകവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് വേണം നമ്മളുടെ ഈ ഒരു മസാല ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു ഉള്ളി ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉള്ളിയിലേക്ക് നമ്മൾ ഈ ഒരു മസാലകളെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. കാരണം ഈ മിക്സിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ചിക്കൻ പീസസിലെല്ലാം നമ്മളുടെ ആ മസാലകളും കൂടി ഒന്ന് മിക്സ് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉടച്ച് എടുക്കുന്നത് പോലെ എടുക്കരുത് ചിക്കൻ. ജസ്റ്റ് ഒന്ന് എടുത്ത് മറിച്ചിടുന്നത് പോലെ ആയിരിക്കണം നമ്മളുടെ ആ ഒരു മസാല എല്ലാ കഷ്ണത്തിലും പിടിക്കുന്നത് പോലെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ നല്ല പോലെ ആ മസാലകളെല്ലാം നമ്മുടെ ആ ചിക്കനിലേക്ക് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇനി അടിയിൽ ചിലപ്പോൾ നമ്മളുടെ മസാലകളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഇതിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ചിക്കനിൽ തന്നെ ഒരു വെള്ളമുണ്ട്. അതേപോലെ നമ്മൾ തൈര് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അഡീഷണൽ വെള്ളം ഇപ്പം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി അതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് വേറൊരു പാനിൽ നമുക്ക് ആവശ്യമുള്ള കുരുമുളകുണ്ടല്ലോ അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വീണ്ടും അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. ഇപ്പം നമുക്കത് ആവശ്യമില്ല കേട്ടോ. അടച്ചു വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കണ്ടോ ആവശ്യത്തിന് വെള്ളം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേകുന്ന ഒരു പരുവത്തിലുള്ള വെള്ളം നമുക്കതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അഡീഷണൽ ഗ്രേവി നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾക്ക് ആ ചൂടുവെള്ളം ഉണ്ടല്ലോ, ആ ചൂടുവെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ച ആ പെപ്പർ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഈ സമയത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല പോലെ ആ ഒരു കുരുമുളകും കൂടി പിടിക്കാൻ കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പകുതി സമയം ആകുമ്പോഴത്തേനും ആ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ നമുക്കിവിടെ ഇന്ന് കുറച്ച് ഗ്രേവി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ ചിക്കൻ, ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ മസാലയും കൂടി ചേർത്തിട്ടുള്ള ചൂടുവെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അഡീഷണലി ചേർക്കുമ്പോൾ വേറെ വാട്ടർ അല്ല കേട്ടോ ചേർക്കേണ്ടത്, നമ്മൾക്ക് കുറച്ച് ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് ഇതിൽ നമ്മൾ ചേർക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് തോന്നുക കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മളതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ തിളച്ച് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഏകദേശം നമ്മളുടെ ചിക്കൻ കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് തുറന്നു നോക്കാം. എന്താണ് തുറന്ന് നോക്കിയ സമയത്തുണ്ടല്ലോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. കാരണം എല്ലാം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലേവേഴ്സും ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മളുടെ കൊപ്രയുണ്ടല്ലോ, ആ കൊപ്രയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തല്ല ഇടുന്നത്, കൊപ്രയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ വെന്തോന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്നൊരു ടേസ്റ്റ് നോക്കാനായിട്ട് കുറച്ചൊരു കഷ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ടോ കഴിച്ചോക്കെ, സ്പൂണും കൊണ്ട് കഴിച്ചോക്കി കൂടെ കുഞ്ഞി ദരിദ്രവാസി കഴിച്ച അണ്ണാക്കിലിട്ട് ഫുഡ് കേട്ടാ. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, കറക്റ്റാണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഈ ഒരു ചിക്കൻ കറി വെച്ചുള്ളൂ, പക്ഷേ കറക്റ്റായിട്ട് വെന്തു. പക്ഷേ ഗായ്സ് നമ്മുടെ ഗ്യാസ് തീർന്നു. ഗ്യാസ് നമ്മളെ ചതിച്ച് നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നേരെ കറണ്ട് അടുപ്പിലെടുത്ത് വെച്ചു. ചീനച്ചട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ പകർത്തിയിട്ട് അതിലാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെർവിങ്ങിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭംഗിയുള്ള പാത്രങ്ങൾ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ആളെണ്ണം കൂടുതലായതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിലേക്കാണ് നമ്മളിത് മാറ്റുന്നത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ അടിപൊളി റേഷനരി ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളൊരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മളുടെ തൈര് സാലഡ്. അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ കറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നാടൻ ചിക്കൻ കറിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വരട്ടി എടുത്തിട്ടുള്ള ചിക്കൻ കറിയൊക്കെയാണ്, ഒരു ഫ്രൈ ടൈപ്പ് ചിക്കൻ കറിയാണ്. പക്ഷേ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നാടൻ ചിക്കൻ കറി അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ ഉള്ളിയിലല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ ആ ടേസ്റ്റ് കുറച്ചുകൂടി അടിപൊളിയാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി റെസിപ്പിയാണ് ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.